സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന വലിയ സൗഖ്യത്തിൻ്റെ ഒരു ശുശ്രൂഷ സമയമാണ്. പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം കുറിച്ചു വച്ചിരിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് നീ അനുഭവിക്കുന്ന ഓരോ വിഷമവും വേദനയും മുറിവുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതാ ഈശോ നിന്റെ മുമ്പിൽ നിന്നെ സൗഖ്യപ്പെടുത്താൻ കടന്നു വന്നിരിക്കുന്നു. 1 Peter chapter 2 verse 24: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക: എൻ്റെ ജീവിതത്തിൽ ഞാനിന്ന് അനുഭവിക്കുന്ന മുറിവുകൾ അതെൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ പലതരത്തിൽ നശിപ്പിക്കുന്നുണ്ട്. കർത്താവേ, എൻ്റെ ഈ മുറിവിലേക്ക് നിൻ്റെ സ്നേഹമൊഴുക്കി സൗഖ്യപ്പെടുത്തണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന. എന്താണ് നിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന അനുഭവങ്ങൾ? ഏത് മേഖലയിലാണ് നീ സങ്കടപ്പെടുന്നത്, ഭാരപ്പെടുന്നത്? അതെന്തു തന്നെയാണെങ്കിലും അത് ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഈ വചന ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കുക. യേശുവിൻ്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവനാക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ മുറിവിനാൽ, അവൻ ഏറ്റ അടികളാൽ, അവൻ സഹിച്ച വേദനകളാൽ, അവൻ കടന്നുപോയ ജീവിതത്തിൻ്റെ സഹനപാതയുടെ ബലമെന്ന വണ്ണം ഞാൻ സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ വ്യക്തിയും ഈ ശുശ്രൂഷ സമയത്ത് ഈ സൗഖ്യം എക്സ്പീരിയൻസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കുരിശിൽ കിടക്കുന്ന ഈശോ നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിന്റെ ജീവിതത്തെ നോക്കി നിന്നെ സൗഖ്യപ്പെടുത്തുന്ന സമയം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊള്ളൂ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊള്ളൂ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം. നീ കാണേണ്ട കാഴ്ച, കുരിശിൽ കിടക്കുന്ന ഈശോ ഇതാ നിന്റെ മുമ്പിൽ നിന്ന് നിനക്ക് വേണ്ടി സൗഖ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന സമയം. നീ ആരു തന്നെയും ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ എത്ര പരാജയങ്ങളും എത്ര കണ്ണുനീരും എത്ര തഴക്കദോഷങ്ങളും ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചില പാപങ്ങൾ ചെയ്ത് നിന്റെ ജീവിതം അത്രമേൽ തകർക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും ഇതാ കുരിശിൽ കിടക്കുന്നവൻ നിന്നോട് പറയുന്നു, നീ വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. ഇതാ നിന്റെ മേൽ വലിയൊരു സൗഖ്യം വെളിപ്പെടുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കുരിശിൽ കിടക്കുന്ന ഈശോയെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓ യേശുവേ, നിന്റെ കുരിശിന്റെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന സ്നേഹത്തെ. ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ
പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? യേശുവേ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, യേശുവേ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ഈശോ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നീ കടന്നു പോകുന്ന വേദന അതെത്രമേൽ ആഴപ്പെട്ടതാണെങ്കിലും നീ ഓർക്കണം, നിനക്ക് മുമ്പേ ഒരുവൻ സഹിച്ചതാണ്. അവൻ്റെ അടികളാൽ, അവനേറ്റ മുറിവിനാൽ ഞാനിതാ സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം. വിശ്വസിച്ചേറ്റെടുക്കണം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നീ ഉള്ളിൽ അനുഭവിക്കുന്ന ചില സങ്കടങ്ങൾ ഒരു മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്തവണ്ണം ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടാകും. അനുഭവങ്ങളെല്ലാം കുരിശോട് ചേർത്ത് വെച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുരിശിൽ നിന്നൊഴുകുന്ന സൗഖ്യം, അനേകർക്ക് ഒഴുകപ്പെടുന്ന സൗഖ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ വേദനകൾ ഏറ്റുവാങ്ങി എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചൊരുവൻ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന അപമാനവും ദുഃഖവും ഒറ്റപ്പെടലും തിങ്ങുന്ന വേദനയും എല്ലാം കുരിശിൽ ഏറ്റുവാങ്ങി ഒരുവൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഏറ്റെടുക്കൂ. ഇതാ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ. ആ കുരിശ് മുമ്പിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, എന്നെ സൗഖ്യപ്പെടുത്തണമേ, എന്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണമേ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. തിരുമുറിവിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, യേശുവേ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. തിരുമുറിവിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനായ. യേശുവേ, പകരം എന്തു നൽകും ഞാനിനി? ഈശോ, എന്നാരോഗ്യം നൽകുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. തിരുമുറിവിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, തിരുമുറിവിൽ ഞാൻ കണ്ടു സ്നേഹം. സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. തിരുമുറിവിൽ ഞാൻ കണ്ടു, തിരുമുറിവിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കുന്ന സൗഖ്യമാക്കും യേശുവിൻ ചേർന്ന് പാടിക്കേ. തിരുമുറിവിൽ ഞാൻ കണ്ടു, തിരുമുറിവിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കുന്ന സൗഖ്യമാക്കും യേശുവിൻ ചേർന്ന് പാടിക്കേ എല്ലാവരും. തിരുമുറിവിൽ ഞാൻ കണ്ടു, എന്റെ മുറിവുകൾ ഏറ്റുവാങ്ങി എന്നെ സൗഖ്യപ്പെടുത്തുന്നവൻ, സൗഖ്യമാക്കും യേശുവിൻ ശക്തി. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ചു. സാവധാനം വിളിക്കട്ടെ. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ, എന്റെ പാപങ്ങൾ ഏറ്റുവാങ്ങി, എന്റെ മുറിവുകൾ ഏറ്റുവാങ്ങി, എനിക്ക് വേണ്ടി മരിച്ച യേശു, എനിക്ക് വേണ്ടി മരിച്ച യേശു. യേശുവേ, 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 ഈശോ, ഈശോയേ, ഈശോ, ഈശോയേ, സുഖപ്പെടുത്തുന്നവരെ, അത്ഭുത
അത്ഭുതകരമായ ഒരു സൗഖ്യം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഓ കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി, കണ്ണുകളടച്ച്, ശിരസ് നമിച്ച് ഈ ശുശ്രൂഷ സമയത്ത് പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനത്തിന്റെ ശക്തി ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടുകയാണ്. നീ എവിടെ നിൽക്കുന്നുണ്ടെങ്കിലും, നീ ഏത് സാഹചര്യത്തിലാണെങ്കിലും, ശിരസ് നമിച്ച് കരങ്ങൾ കൂപ്പി ഈ വചനത്തിന്റെ ശക്തി നിന്നെ വെളിപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനം നീ ഹൃദയത്തോട് സ്വീകരിക്കുക, നീ വിശ്വസിക്കുക. ഈ വചനം നിന്നിൽ സംഭവിക്കുന്നു. നെറ്റിയിലൊരു കുരിശടയാളം വരയ്ക്കുക. ജീവിതത്തിൽ ഈ കുരിശ് നിനക്ക് ബലം നൽകും. കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുവാൻ, സൗഖ്യപ്പെടുത്തുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന വചനം പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനമാണ്. സാധിക്കുന്നവർ ഈ വചനം എഴുതിയെടുക്കുക. കാരണം ഇതൊരു സൗഖ്യത്തിന്റെ വചനമാണ്. ഈ വചനം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വചനം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വചനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനം നമ്മളെ സൗഖ്യപ്പെടുത്തും. അത് വചനത്തിന്റെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഈ വചനം, നിങ്ങൾ ഇപ്പോൾ വായിക്കുന്ന ഈ വചനം അനേകർക്ക് സൗഖ്യം കിട്ടി. അനേകർ ജീവിതത്തിൽ വ്യക്തിപരമായി ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗഖ്യവചനമാണ്. അതുകൊണ്ട് ആ വചനം നമുക്കൊന്ന് പഠിച്ചു പ്രാർത്ഥിക്കാം. 1 Peter chapter 2 verse 24. 1 പത്രോസ് 2-ാം അധ്യായം 24-ാം തിരുവചനം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. എന്നിട്ട് അടുത്ത വചനം ശ്രദ്ധിച്ചോളൂ. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കൂ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഉച്ചത്തിൽ ഈ വചനം ഏറ്റു പറഞ്ഞുകൊള്ളണം. 1 പത്രോസ് 2-ാം അധ്യായം 24-ാം തിരുവചനം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കരങ്ങൾ താഴ്ത്തിക്കേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില മുറിവുകൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. യെസ് ഓർ നോ? പറഞ്ഞേ. യെസ്. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ചില മുറിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ മുറിവുകളെ വിളിക്കുന്ന പേരാണ് ആന്തരിക മുറിവ്, ഇന്നർ വൂണ്ട്. അത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് ആ മുറിവുള്ളത്. ഈ മുറിവിന്റെ കുഴപ്പം എന്താണ്? നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കുന്നതാണ് ആന്തരിക മുറിവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്കെല്ലാവർക്കും മുറിവുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ ഉള്ളിലുള്ള മുറിവ്, അതും കൊണ്ട് നമ്മൾ നടന്ന് നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണെന്നറിയാവോ? എല്ലാവരും മുറിവേറ്റവരാണ്.
ഒന്ന് വായിച്ചേ. റോമാക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 10-ാം തിരുവചനം. 3:10. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ എന്റെ പ്രിയപ്പെട്ടവരെ, മുറിവേൽക്കാത്തവരായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. ചിലരൊക്കെ ചിന്തിക്കും എന്താണെന്നറിയാവോ, എനിക്ക് മാത്രമാണ് ഇത്രയും മുറിവ്, എനിക്ക് മാത്രമാണ് ഇത്രയും വിഷമം, എൻ്റെ കുടുംബത്തിൽ മാത്രമാണ് ഇങ്ങനെ. അല്ലെന്ന് പൗലോസ്ലീഹ പറയാണ്, മുറിവേൽക്കാത്തവനായി തകർക്കപ്പെടാത്തവരായി ജീവിതത്തിൽ ഇങ്ങനെ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്തവരായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. ഹല്ലേലൂയ. നമ്മുടെ മാനുഷിക സ്വഭാവം എന്താണെന്നാ നമ്മൾ പറഞ്ഞത്? നമുക്ക് കിട്ടിയ മുറിവ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, മുറിവേൽപ്പിച്ചവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുമെന്നുള്ള ഒരു പ്രസ്താവനയുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ജീവിത അനുഭവത്തിൽ അങ്ങനെയല്ലേ? മുറിവേൽപ്പിച്ചവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. ഇന്ന് നിങ്ങൾ ചിലരെ ഏതെങ്കിലും തരത്തിൽ ചില അനുഭവങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാവോ? നിങ്ങൾ ഒരിക്കൽ വിഷമം അനുഭവിച്ചവരാണ്. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് കേരളത്തിന് പുറത്തുള്ള ഒരു മലയാളി കമ്മ്യൂണിറ്റി, കേരളത്തിൽ നിന്ന് വലിയ ദൂരമില്ലാത്ത ഒരു മലയാളി കമ്മ്യൂണിറ്റി പുറത്താണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ധ്യാനം, ആ ധ്യാനത്തിന് ചെന്ന അവസരത്തിൽ ഒരു 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 ചെറുക്കനും പെണ്ണും, വലിയ പ്രായമില്ല, 2 ചെറിയ കുട്ടികളുണ്ട്, പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ ചെറുക്കനോട് ഞാൻ ചോദിച്ചാ, എടാ ഇതാരാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നേ? അച്ഛാ പ്രശ്നം ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ. ഞാൻ ചോദിച്ചാ എന്താ നിന്റെ അമ്മയുടെ പ്രശ്നം? അച്ഛാ ഞാനും എൻ്റെ ഭാര്യയും കല്യാണം കഴിച്ച അന്ന് മുതൽ ഞങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ രണ്ടും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അച്ഛാ ഞാനും എൻ്റെ ഭാര്യയും കൂടെ അടുത്തിരുന്ന് സ്നേഹത്തോടെ പെരുമാറുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കും. അച്ഛാ കല്യാണം കഴിച്ച ആദ്യ നാളുകൾ മുതൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. അച്ഛാ ഇത് വലിയൊരു പ്രതിസന്ധിയാ അച്ഛാ, ഞങ്ങളുടെ കുടുംബ ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല. ഈ പെണ്ണ് പറയുവാണ്, കല്യാണം കഴിച്ച ആദ്യ നാളുകളിൽ മധുവിധുവിന്റെ സ്നേഹത്തിന്റെ കാലഘട്ടമല്ലേ, ഈ പെണ്ണിനെ രാത്രി 11:30-12 മണി വരെ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകിപ്പിക്കും. നീ ഇപ്പൊ പോകണ്ട മുറിയിലോട്ട്. ഈ പെണ്ണ് പറയുവാ, എന്നെ അവിടെ പിടിച്ചു നിർത്തും, എനിക്ക് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ ഭർത്താവ് കുറെ നേരം എന്നെ കാത്തിരുന്നിട്ട് കിടന്നുറങ്ങിപ്പോകും. മധുവിധു കാലഘട്ടം മുഴുവൻ പാത്രം കഴുകി തീർത്ത കാലഘട്ടമായിരുന്നു എൻ്റേത്. പെണ്ണ് പറയുവാ. ഞാനിതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ അമ്മ എങ്ങനെ അങ്ങനെ ഒരു അമ്മയായി മാറി? എൻ്റെ വീട്ടിലും നിന്റെ വീട്ടിലും ഇങ്ങനെയുള്ള ചില കഥാപാത്രങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെ ആ വ്യക്തി അങ്ങനെയായി മാറി? എന്താ കാരണം? ചോദിച്ചു വന്നപ്പോൾ ഇവര് തന്നെ അതിന്റെ ഉത്തരം പറഞ്ഞു. അച്ഛാ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നും. കാരണം 18 വയസ്സ് തികയുന്ന നാളുകളിൽ കേരളത്തിൽ നിന്ന് ഇന്ന് ഈ പറഞ്ഞ പ്രദേശത്തേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ. 18 വയസ്സാകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, അച്ഛാ ജീവിതത്തിന്റെ നല്ലൊരു പ്രായം ഒന്നും ജീവിതം ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം അച്ഛാ കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ കാലഘട്ടമായിരുന്നു. ജീവിതത്തിൽ ഇന്നോളം ജീവിത പങ്കാളിയുമായിട്ട് സ്നേഹത്തോടെ ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റിയ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല എൻ്റെ അമ്മയ്ക്ക്. ഇപ്പൊ പ്രായമേറെയായി, പക്ഷേ ഉള്ളിലുള്ള അനുഭവം എന്താണെന്നറിയാവോ? എനിക്ക് കിട്ടാത്തത് ഇവർക്കും കിട്ടണ്ട, എനിക്ക് കിട്ടാത്തത് ഇവർക്കും കിട്ടണ്ട. എൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം ഞാനിങ്ങനെ മുറിവേറ്റും സങ്കടപ്പെട്ടും ജീവിച്ചതായതുകൊണ്ട് നിങ്ങൾക്കും കിട്ടണ്ട. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ഒരു അമ്മായിയമ്മയുടെയോ നമ്മുടെ കുടുംബത്തിലുള്ള പ്രായമുള്ളവരുടെ മാത്രം കാര്യമൊന്നുമല്ല കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും സ്വഭാവ രീതിയാണ്. മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യം, വേദന ഏറ്റുവരുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ അതൊരു മുറിവായിട്ട് കിടക്കും. കല്യാണപ്രായം എത്തിയ പെണ്ണ് അഡ്വക്കേറ്റാണ്, 30 വയസ്സെത്തി, പെണ്ണിന് കല്യാണം വേണ്ട,
ഇതെന്താ ഇങ്ങനെ? അവസാനം അപ്പനും അമ്മയും കൂടെ പിടിച്ചോണ്ട് ഇവിടെ വന്ന് ഇവളോട് സംസാരിച്ചു വന്നപ്പോ ഇവൾ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു, അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛൻ ഇപ്പൊ കണ്ട എൻ്റെ അപ്പനും അമ്മയുണ്ടല്ലോ, ആ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടു വളർന്ന കാര്യം എന്താണെന്നറിയോ? എൻ്റെ അപ്പനും അമ്മയും തമ്മിലുള്ള അടിപിടി വഴക്ക്. അച്ഛാ, ഞാൻ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടു വളർന്നത് അപ്പൻ്റെ അമ്മയുടെയും അടിപിടി വഴക്ക്. അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഡീസന്റാ. അവരെ പോലെ മാതൃകാ ദമ്പതികളായി ആരുമില്ല. അച്ഛാ, അത് കപടതയാണ്. അച്ഛാ, അതല്ല സത്യം. വീട്ടിൽ ഞാൻ എല്ലാ ദിവസവും കണ്ടു വളർന്നത്, എനിക്ക് 30 വയസ്സായി, ഈ 30 വയസ്സ് വരെ ഞാൻ കണ്ടു വളർന്നത് എൻ്റെ അപ്പനും അമ്മയും തമ്മിലുള്ള, ഡാഡിയും മമ്മിയും തമ്മിലുള്ള അടിയും പിടിയും കലഹം. എന്തിനാ അച്ഛൻ ഞാൻ കല്യാണം കഴിക്കുന്നേ? എനിക്കും ഇങ്ങനെ തന്നെയല്ലേ, എനിക്കും ഇങ്ങനത്തെ ഒരു അനുഭവം അല്ലേ? എന്തിനാ അച്ഛൻ ഞാൻ കല്യാണം കഴിക്കുന്നേ? എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് വിവാഹമൊന്നും വേണ്ട. കാരണം എന്താ? ഇതല്ലേ ഞാൻ കണ്ടു വളർന്നത്. മുറിവേറ്റവൻ അവന്റെ ഉള്ളിൽ ഈ മുറിവ് കിടക്കും, ഈ മുറിവുമായി ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഹിറ്റ്ലറെ കുറിച്ചും നാസി തടങ്കൽ പാളയത്തെ കുറിച്ചുമൊക്കെ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു മാറ്റിവെക്കാനല്ല, ഓരോ കഥാപാത്രങ്ങളും നിന്നോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും. ഹിറ്റ്ലറുടെയൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ, അയാൾ അങ്ങനെയുള്ള ഒരു ക്രൂരമായിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറി. ചെറുപ്പകാലഘട്ടത്തിൽ അനുഭവിച്ച ക്രൂരതകൾ അങ്ങേയറ്റമാണ്. അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി, അപ്പൻ പട്ടാള ഉദ്യോഗസ്ഥനാണ്. എപ്പോഴും ഭീകരമായ ഒരു അന്തരീക്ഷമാണ് വീട്ടിൽ. ആ വീട്ടിൽ ഒരു അമ്മായിയുണ്ട്, ഭ്രാന്തിയായിട്ടുള്ള ഒരു അമ്മായി. ഈ വീട്ടിൽ 24 മണിക്കൂറും ഭ്രാന്തിയായി അമ്മായിയുടെ ഈ ചേഷ്ടകൾ കണ്ട് പേടിച്ചു വളരുന്ന ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു കൊച്ചു മനുഷ്യൻ ജീവിതത്തിലെ ആ നെരിപ്പോടുകൾ ഇങ്ങനെ സങ്കടപ്പെട്ട് വളരുകയാണ്. അപ്പൻ സ്നേഹിക്കാറില്ല, മറിച്ച് ശിക്ഷിക്കാറേ ഉള്ളൂ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ശിക്ഷ മാത്രം. ബൂട്ട്, അതായത് പട്ടാളക്കാരന്റെ അവന്റെ ബൂട്ട് അതിട്ട് ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഈ കുഞ്ഞു ചെറുപ്പക്കാരന്റെ അവന്റെ കൈവിരലുകളൊക്കെ ചതച്ചരയ്ക്കും. അത്രയും ക്രൂരത ഒരു കാലഘട്ടത്തിൽ ഏറ്റുവാങ്ങി ജീവിച്ചു വളർന്നു വന്ന ഹിറ്റ്ലർ ഒരു പട്ടാളക്കാരനായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഓടിക്കാനായിട്ട് ഈ പട്ടാള ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തിന് ഓടിച്ചു പഠിക്കാൻ വേണ്ടി കൊടുത്ത ഒരു പീരങ്കി. ഇതും കൊണ്ട് ഇയാൾ പോകുന്ന എങ്ങോട്ടാണെന്നറിയോ? സിമിത്തേരിയിലേക്കാ പോയത്. സിമിത്തേരി പോയിട്ട് ആ സിമിത്തേരിയിലുള്ള ശവകുടീരങ്ങളൊക്കെ ഇടിച്ചു തകർത്തു. പ്രത്യേകിച്ച് ഇയാളുടെ അപ്പന്റെയും അമ്മായിയുടെയും ഒക്കെ ശവസംസ്കാരം നടത്തിയ ആ സിമിത്തേരി ചെന്നിട്ട് ആ സിമിത്തേരിയിലെ കല്ലറകൾ മുഴുവൻ ഇടിച്ചു തകർത്തു. ഉള്ളിലെ പ്രതികാരം. എന്നിട്ടൊക്കെയാണ് പിന്നീട് അധികാരം കിട്ടുമ്പോൾ ഇയാൾ ആ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കി, അംഗവൈകല്യമുള്ളവർ പാടില്ല, അവരെ കൊന്നേക്ക്. കാരണം എന്താ? ഇയാളുടെ വീട്ടിൽ ഇയാൾ കണ്ടു വളർന്ന ചില കാര്യങ്ങൾ. മാനസിക ദൗർബല്യമുള്ളവരെ കൊന്നേക്ക്. വീട്ടിൽ ഇയാൾ കണ്ടതും കേട്ടതും. എന്റെ പ്രിയപ്പെട്ടവരെ, മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ലോകം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന, ഞാനും നീയും നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന സത്യം അല്ലേ? ഇന്നലകളിൽ ഉണ്ടായ മുറിവ് അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഞാനൊരിക്കലും ഈ ചാലക്കുടിയിൽ നിന്നും ചേർത്തല, എൻ്റെ വീട് ചേർത്തലയ്ക്ക് പോകാൻ വേണ്ടി ഒരു KSRTC ബസ്സിൽ കയറിയിരിക്കുന്നു. ആ ബസ്സിൽ അത്യാവശ്യം നിറച്ച ആളുകളൊക്കെ ഉണ്ട്. ഒരു സീറ്റിൽ 2 പേര് വിശാലമായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരാൾക്കും കൂടെ ഇരിക്കാം. ഞാനപ്പോൾ ചെന്നിട്ട് പറഞ്ഞു, ഒന്ന് നീങ്ങിയിരിക്കുവോ? ബായി വിശാലമായിട്ടിരിക്കുന്ന ആൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അതെ ഞാൻ നീങ്ങത്തില്ല. ഞാൻ പറഞ്ഞു, അതെന്താ? ഇന്നലെ ഞാൻ ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഒരാളോട് ഞാൻ നീങ്ങിയിരിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ നീങ്ങിയിരുന്നില്ല. ഇന്നലെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അയാൾ നീങ്ങിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് നീങ്ങിയിരിക്കത്തില്ല. ഇതെന്നാ നിയമ? പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്റെ ഉള്ളിൽ ഒരു മുറിവുണ്ട്, ഞാൻ ആ മുറിവ് നിനക്ക് സമ്മാനിക്കുന്നു. ഇടയ്ക്ക് തമാശയ്ക്ക് പറയുന്ന ഒരു കാർട്ടൂണാണെന്ന് ഓർമ്മയിൽ കൊണ്ടുവരുന്നല്ല, അതൊരു കൊച്ചു കാർട്ടൂണാണ്. ആ കാർട്ടൂണിന്റെ ചിത്രീകരണം ഇങ്ങനെയാണ്: ഒരു പ്രഭാതം, ഒരു ഭർത്താവ് കിടന്നുറങ്ങുന്നു. ഭാര്യ എഴുന്നേറ്റ് പോയി അടുക്കളയിൽ നിന്ന് ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന്
ഭർത്താവിന് സ്നേഹത്തോടെ കൊടുക്കുന്നു. ഭർത്താവിന് ചായ കുടിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നു ഭാര്യ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് മാറിപ്പോയിട്ടത്. രാവിലെയല്ലേ, കണ്ണൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ, പാത്രം മാറിപ്പോയി, ഉപ്പാണ് ഇട്ടത്, ചായക്കകത്ത് ഉപ്പ്. കലി കൊണ്ട ഭർത്താവ്, ദേഷ്യം കൊണ്ട ഭർത്താവ് ഈ ചായക്കപ്പ് നേരെ ഭാര്യയുടെ മുഖത്തേക്ക് ഒരൊറ്റ വലിച്ചെറിയൽ. ദേഷ്യമരിശം. എന്നിട്ട് ഇയാൾ മാറി 4 തെറിയും പറഞ്ഞിട്ട് പുതപ്പ് വലിച്ച് തലയിലിട്ട് വീണ്ടും കിടക്കുന്നു. പ്രശ്നം തീർന്നോ? ഇല്ല. ഏറ് കിട്ടിയ ഭാര്യ ദേഷ്യവും സങ്കടവും അരിശവും പറ്റുന്ന ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഇനി എന്ത് ചെയ്യും? ഭർത്താവിനിട്ട് എന്തും ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചു കിട്ടും. പിന്നെ ഇതിപ്പോ ആർക്കിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യണ്ടേ? വിഷമം. നേരെ മുറിയുടെ പുറത്തോട്ടിറങ്ങി കല്ലുതുള്ളി നിൽക്കുമ്പോ ഈ സ്ത്രീ കാണുന്നത് മകള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവള്. രാവിലത്തെ സമയമാണ്. പഠിക്കുന്നു, ഉറങ്ങുന്നു, ഉറങ്ങുന്നു, പഠിക്കുന്നു. രാവിലെ അങ്ങനെയാണല്ലോ പല പഠനങ്ങളും. ഈ അമ്മ അങ്ങോട്ട് ചെന്നിട്ട് അവളുടെ തലമുടി കുത്തിന് പിടിച്ചൊരു കുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് മര്യാദയ്ക്കിരുന്ന് പഠിക്കടി എന്ന് പറയും. ഒരു കുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോ കലി കൊണ്ട ദേഷ്യം കൊണ്ട അമ്മയ്ക്കൊരാശ്വാസം. അമ്മ പോയി. കുത്തുകൊണ്ട പെണ്ണിങ്ങനെ ഇരിക്കുക. വെറുതെ ഇരുന്ന് എൻ്റെ തലക്കിട്ട് എന്തിനായി കുത്ത് കിട്ടിയേ? വെറുതെ ഇരുന്ന് എൻ്റെ തലക്കിട്ടൊരു കുത്ത് കിട്ടി. ഈ പെണ്ണുടനെ ചിന്തിക്കും, ഷെടാ ഇനി ഈ കുത്ത് ആർക്കിട്ടെങ്കിലും കൊടുക്കണമല്ലോ, വിഷമം കൊടുക്കണമല്ലോ. നോക്കുമ്പോഴത്തേക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുജൻ കട്ടിലേൽ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നു. ഇവള് വയ്യ സാവധാനം കസേരയൊക്കെ മാറ്റി അങ്ങോട്ട് ചെന്നിട്ട് അവന്റെ പുതപ്പ് വലിച്ചു മാറ്റിയിട്ട് അവന്റെ തുടക്കിട്ടൊരൊറ്റടി. എഴുന്നേറ്റ് പോടാ ചെറുക്ക. ചെറുക്കൻ ഇങ്ങനെ എഴുന്നേറ്റ് കട്ടിലേ ഇരുന്നുകൊണ്ട് കണ്ണും തിരുമ്മി വെറുതെ കടന്ന് എനിക്കിട്ട് എന്തിനാണ് ദൈവമേ അടി കിട്ടിയത്? അടി കൊടുത്ത പെണ്ണ് തിരിച്ചുപോയി, വീണ്ടും അതേ സ്ഥാനത്ത്. അടി കിട്ടിയ ആള് വെറുതെ ഇരിക്കുവോ? അവനിങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിക്കും, ഇതെന്തിനാ എനിക്കിട്ട് അടി കിട്ടിയത്? ഇനി എന്തെങ്കിലും ചെയ്യണമല്ലോ. അവൻ നോക്കുമ്പോൾ അവന്റെ പ്രിയപ്പെട്ട പട്ടി കട്ടിലിന് താഴെ ഇങ്ങനെ ശാന്തമായിട്ട് ഉറങ്ങുന്നു. ഇവൻ പയ്യെ ആ കട്ടിലിന് താഴത്തോട്ടിറങ്ങി. എന്നിട്ട് പട്ടിയുടെ വാലയെ പിടിച്ചൊരൊറ്റ വലി ബൗ എന്നും പറഞ്ഞുകൊണ്ട് പാട്ടി ഒരൊറ്റ ചാട്ടം. ആ ചേട്ടൻ ഉറങ്ങി വന്നതായിരുന്നല്ലേ, പാവം, കുഴപ്പമില്ല, ശരിയാവും. ഇങ്ങോട്ട് നോക്കൂ, ദേ പട്ടി ഒരൊറ്റ ചാട്ടം. പട്ടി ചാടി പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് പൂച്ച മുമ്പിൽ ഇരിക്കുന്നു. പൂച്ച കാണുമ്പോൾ ദേ പട്ടി കുരച്ചോണ്ട് വരുന്ന അപകടം. പൂച്ച ഓടാൻ തുടങ്ങും. പൂച്ച ഓടി ഗേറ്റിന്റെ സൈഡിലോട്ട് ചെല്ലുമ്പോഴാണ് ഒരു എലി അതിൽ കൂടെ പോകുമ്പോൾ അപകടം. ദേ വരുന്ന പൂച്ച, അതിന്റെ പുറകെ പട്ടി. എലി ഓടാൻ തുടങ്ങും. ഈ എലി പോയിട്ട് അടുത്ത ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ചെന്ന് കയറും. നിങ്ങളൊന്ന് ചിന്തിച്ചേ, എലി, പൂച്ച, പട്ടി, 5ാം ക്ലാസ്, 10ാം ക്ലാസ്, ഭാര്യ, മൂടിപ്പുതച്ച് കിടക്കുന്ന ഭർത്താവ്. എവിടും തുടങ്ങി ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലേക്കും വീട്ടിന്റെ അടുക്കളയിൽ തുടങ്ങുന്ന, കട്ടിലിൽ തുടങ്ങുന്ന, നിങ്ങളുടെ കുടുംബത്തിലെ ബെഡ്റൂമിൽ തുടങ്ങുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിഞ്ഞിട്ട് അത് വലിയ വലിയ ബോംബുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്ത ബന്ധത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കൗൺസിലിങ്ങിന്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒട്ടുമുക്കാലും ഭാര്യ ഭർത്ത ബന്ധത്തിന്റെ പ്രശ്നം തുടങ്ങുന്നത് റോട്ടിലല്ല, ചായക്കടയിലല്ല, കുടുംബത്തിലെ പ്രാർത്ഥനാ മുറിയിലല്ല, അടുക്കളയിലല്ല, അവരുടെ ബെഡ്റൂമിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടുന്ന് തുടങ്ങുന്ന അസ്വസ്ഥതയാണ് പല മേഖലകളിലേക്കും പകൽ സമയങ്ങളിൽ പല രൂപങ്ങളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. ഇത് ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. എന്നാൽ എൻ്റെ ദൈവമക്കളെ, ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് എന്തിനാ നമ്മൾ വിളിച്ചോണ്ട് വന്നെന്നറിയോ? ശ്രദ്ധിക്കണം. നിന്റെ മുമ്പിലേക്ക് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിനക്കുള്ളൊരു സൗഭാഗ്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ്. എന്താണ് നിനക്കുള്ള സൗഭാഗ്യം? മുറിവേറ്റ നിന്റെ ജീവിതത്തെ ഇങ്ങനെ മുറിവേൽപ്പിച്ച് നടക്കാനല്ല, മറിച്ച് യേശുവിലേക്ക് നോക്കാനുള്ള വലിയൊരു വിളി. കാരണം നീ യേശുവിന്റെ ശിഷ്യനാണ്, യേശുവിന്റെ ശിഷ്യയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ മുറിവുകളും സങ്കടങ്ങളുമായി ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ നീ ചിന്തിക്കേണ്ടത്, എന്റെ ജീവിതവും യേശുവിന്റെ ജീവിതവും തമ്മിൽ എന്ത് ബന്ധം? യേശുവിലേക്ക് നോക്കാൻ, യേശുവിൽ നിന്ന് പഠിക്കാനുള്ള വലിയൊരു വിളിയാണ് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം നീ ക്രിസ്തു ശിഷ്യനാണ്, ക്രിസ്തു ശിഷ്യയാണ്. പരിശുദ്ധ പരമ ദിവ്യ
കണ്ണുകളടച്ച് ഈ ശുശ്രൂഷ സമയം എൻ്റെ ജീവിതത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സമയമാണെന്ന് വിശ്വസിക്കുക. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം നിന്നെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ടവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ സഹോദര സഹോദരി, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ അതേതുമായിക്കൊള്ളട്ടെ, ഇതാ ഈ കുരിശ് നിനക്ക് സൗഖ്യത്തിൻ്റെ ഇടമാണെന്ന് പഠിപ്പിക്കുകയാണ്. എൽത്താരയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം, എൻ്റെ ജീവിതത്തിലെ മുറിവുകൾ മനസ്സിലാക്കുന്ന ഒരുവന്റെ മുമ്പിലാണ് എൻ്റെ ജീവിതം. കണ്ണടച്ച് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോളൂ. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ, മാനസിക പിരിമുറുക്കം, നിന്റെ ഉള്ളിലുള്ള സങ്കടങ്ങളും വേദനകളും ഒരു മനുഷ്യനും മനസ്സിലാവില്ല, പക്ഷെ ഈശോയ്ക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ മാനുഷികമായ ചില സമയങ്ങൾ ചിന്തിക്കും, എന്നെ ഇയാൾ മനസ്സിലാക്കും, എന്നെ ഈ വ്യക്തിക്ക് നന്നായിട്ടറിയാം, ചെറുപ്പകാലം മുതൽ ഈ വ്യക്തി എന്നെ കാണുന്നതാണ്, എൻ്റെ കൂടെ ഇയാൾ പഠിച്ചതാണ്, എൻ്റെ അപ്പൻ എന്നെ മനസ്സിലാകും, എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകും, എൻ്റെ ജീവിത പങ്കാളിക്ക് മനസ്സിലാകും, എൻ്റെ മക്കൾക്ക് മനസ്സിലാകും. എന്നാൽ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ഈശോയ്ക്ക് മാത്രമേ നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ പറ്റൂ. കാരണം അവൻ നിന്നെ പോലെ മുറിവേറ്റവനാണ്, നിന്നേക്കാൾ അധികം വേദന അനുഭവിച്ചവനാണ്. നീ സഹിക്കുന്ന ഓരോ സഹനത്തിനും മുമ്പ് അവൻ ആ സഹന വഴികളിലൂടെ കടന്നുപോയിട്ടുള്ളവനാണ്. ഓരോ വ്യക്തിയും ചിന്തിക്കൂ. ഇപ്പോൾ ഈ ആരാധന സമയത്ത് ആരെങ്കിലും ചിന്തിക്കുക, എനിക്കാരുമില്ല, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നെ ഇട്ടിട്ട് പോയി, എനിക്കാരുമില്ല. വലിയ ഏകാന്തത അനുഭവിക്കുന്നവരുണ്ടാവും. എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്കാരുമില്ല എന്ന് ചിന്തിക്കുന്ന സഹോദര സഹോദരി, ഇതാ ഈശോ പഠിപ്പിക്കുന്നു, നീ ഒറ്റയ്ക്കല്ല. ജീവിതത്തിൽ ഇതുപോലെ ഏകാന്തതയിലൂടെ കടന്നുപോയ ഒരുവനാണ് ഞാൻ. സ്നേഹിച്ച് കൂടെ നിർത്തിയ ഒരുവൻ പോലും ആവശ്യ സമയത്തുണ്ടായില്ല, ഇട്ടിട്ട് പോയി. കുരിശ് ഒറ്റയ്ക്ക് ചുമന്നവനാണ് ഞാൻ. ഇതാ മുമ്പിൽ ഈശോ നിന്നോട് പഠിപ്പിക്കുന്നു, നിന്റെ ഏകാന്തതയുടെ നടുവിൽ നിനക്കാരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിന്റെ സഹന വഴികളിൽ നിനക്ക് മുമ്പിൽ ഇതാ പ്രകാശം ചൊരിഞ്ഞ് ഈശോ നിൽക്കുന്നു. അവിടുത്തെ മുഖത്ത് നോക്കിയവർ പ്രകാശിതരായി. സങ്കീർത്തനം 34:5. ഇത് നിന്നിൽ സംഭവിക്കുകയാണ്, നിന്നിൽ പ്രകാശം നിറയുന്ന അനുഭവം. കൂടെ ബിസിനസ് ചെയ്ത ആള് അത്രമേൽ ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിച്ചതാണ്, കൂടെ നിൽക്കുമെന്ന് കരുതി. എന്നാൽ ചതിച്ചോ? നിന്നെ വഞ്ചിച്ച് നിന്നെ ഒറ്റപ്പെടുത്തിയിട്ട് നാണം കെടുത്തിയിട്ട് ഇട്ടിട്ട് പോയോ? എന്നാൽ നീ ഓർക്കണം, ജീവിതത്തിൽ അത്രമേൽ ചതികൾ അനുഭവിച്ചവനാണ് ഈശോ, അത്രമേൽ വേദന അനുഭവിച്ചവനാണ് ഈശോ. ഒരിക്കലും പിണങ്ങിപ്പോകുമെന്ന് കരുതിയില്ല, പക്ഷേ കൂടെയുണ്ടായിരുന്നവന്മാർ തന്നെ ചതിച്ചു. അത്രമേൽ സ്നേഹിച്ച് കൂടെ നിർത്തിയ ശിഷ്യരിൽ ഒരുവനാണ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തത്. ചതിയുടെ അനുഭവം ഈശോ പണ്ടേ അനുഭവിച്ചിട്ടുണ്ട്. നീ ഇന്ന് കടന്നു പോകുന്ന ഈ സഹനം ഈശോയ്ക്ക് മനസ്സിലാകും. നിന്നെക്കുറിച്ച് ആരെങ്കിലും അപവാദം പറഞ്ഞതിന്റെ വിഷമം നിന്റെ ഉള്ളിലുണ്ടോ? അപവാദം പറഞ്ഞതിന്റെ, കേട്ടതിന്റെ, നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നു, നിന്റെ ഉള്ളിൽ ഭയങ്കരമായ രോഷം വരും. ഞാൻ ഇത്രമേൽ നന്മ ചെയ്തിട്ട് എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ മറ്റുള്ളവർ പറഞ്ഞു. അവരോട് നമുക്ക് രോഷവും ദേഷ്യവും അരിശവും പകയും വരും. എന്നാൽ അവനെ നോക്കിയവർ പ്രകാശിതരായി. ഇതാ ഈ പരിശുദ്ധ അൾത്താര നിന്നെ പഠിപ്പിക്കുന്ന കാര്യം, ഈ ഭൂമിയിൽ യേശുവിനെ പോലെ അപവാദം കേട്ട വേറെ ആരുമില്ല. യേശുവിനെ പോലെ അപവാദം കേട്ടവൻ, ഒരു തിന്മ പോലും ചെയ്യാതിരുന്നിട്ടും
കഥകളും ഉപകഥകളും അവനെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞു വരുത്തി. പലതരത്തിൽ അവനെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തി. നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നിനക്ക് വിലയില്ലെന്നും ഗുണമില്ലെന്നും കഴിവില്ലെന്നും പറഞ്ഞ് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാമെന്നും പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചില രോഗികളുണ്ടല്ലോ, അവരുടെ ഉള്ളിൽ വല്ലാത്ത ഭാരമുണ്ട്. ഇനിയിപ്പോൾ എന്നെ കൊണ്ടൊന്നിനും ഗുണമില്ല, എൻ്റെ ഈ രോഗാവസ്ഥയിൽ ഞാൻ തീർന്നുപോയി, മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് എന്ത് ഗുണം? എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതാ നിന്റെ മുമ്പിൽ ഈശോ പ്രകാശിച്ചു നിൽക്കുന്നു. സങ്കീർത്തനം 34:5. അവനെ നോക്കിയവർ പ്രകാശിതരായി. കാരണം ഈ ഭൂമിയിൽ ഒരു വിലയുമില്ല എന്നും പറഞ്ഞ് മുദ്രകൊത്തി കുരിശിൽ തറയ്ക്കപ്പെട്ടവനാണ് ഈശോ. അടിമയായിട്ട് മുദ്രകൊത്തി വിലയില്ലാത്തവനെന്ന് മുദ്രകൊത്തി കുരിശിൽ തറയ്ക്കപ്പെട്ടവനാണ് ഈശോ. ഇതാ നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന സമസ്ത അനുഭവങ്ങളെയും ഈശോയ്ക്ക് നന്നായി മനസ്സിലാകും. നിനക്കുണ്ടായ പരാജയം, തെറ്റായ തീരുമാനം നിന്നിലൂടെ അനേകർ വിശുദ്ധീകരിക്കപ്പെടാനാണ്. സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഓർത്തോർത്തോണ്ടിരിക്കണ്ട, മറിച്ച് ജീവിതത്തെ ബലപ്പെടുത്തുക. കുരിശിൽ കിടക്കുന്നവൻ നിന്നെ ബലപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വ്യക്തിയിലേക്കും കർത്താവിൻ്റെ കൃപയൊഴുകുന്നു. മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കണം, കുരിശിൽ കിടക്കുന്നവൻ എൻ്റെ വേദന അറിയാവുന്നവനാണ്, എന്നേക്കാളും സഹിച്ചവനാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഈ കുരിശ് എൻ്റെ കൂടെയുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നിന്റെ മേൽ കുരിശ് നൽകുന്ന ഒരു സംരക്ഷണ ആശീർവാദമാണ്. സ്വീകരിച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന